ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു എഗ് പുഡിംഗ് ഉണ്ടാക്കാം. ഇത് ഈസിയായി ഉണ്ടാക്കാനും പറ്റും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഈ ഒരു ചെറിയൊരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മുട്ടയിലേക്കൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ പഞ്ചസാരയും തേങ്ങാപ്പാലും മുട്ടയെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് വനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇത് അരിച്ചൊഴിക്കാം. ഞാൻ ഇതുപോലൊരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ഇത് ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. കാരണം ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ വെള്ളത്തുള്ളികളൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിത് ഇതുപോലൊരു സ്റ്റീമറിൻ്റെ അകത്താണ് വെച്ച് കൊടുക്കുന്നത്. ഇത് വെന്ത് വരാൻ ഒരു 15-20 മിനിറ്റ്സ് വേണ്ടി വരും. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. ഇത് നല്ല ചൂടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇത് തണുത്തിട്ടുണ്ട്. ഇത് നോക്കാം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഇത് കണ്ടോ, നന്നായി തന്നെ വന്നിട്ടുണ്ട്. ഇത് കത്തി കൊണ്ട് മുറിച്ചെടുക്കാം ഈസിയായി. ഞാനിതിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.